പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം മിക്കവാറും വരുന്ന കുട്ടികളൊക്കെ സെലക്ട് ചെയ്ത ഒരു കോഴ്സാണ് നഴ്സിംഗ്. അപ്പോൾ നഴ്സിംഗും അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ അതുപോലെ തന്നെ അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്ത് ഏകദേശം 20-ൽ പരം വർഷങ്ങളിൽ എക്സ്പീരിയൻസ് ഉള്ള ആളെന്ന നിലയിൽ നഴ്സിംഗിൻ്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആദ്യമേ നമ്മൾ പറയേണ്ടത് നമുക്ക് BSc നഴ്സിംഗ് കോഴ്സുകളെ കുറിച്ചാണ്. നമുക്ക് മെയിനായിട്ട് ഡിപ്ലോമ കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സുകളുണ്ട്, PG കോഴ്സുകൾ, PhD അങ്ങനെ പല കോഴ്സുകളുണ്ട് ഈ നഴ്സിംഗ് വിഭാഗത്തിലേക്ക് നോക്കുമ്പോൾ. അപ്പോൾ ഡിപ്ലോമ കോഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2 വർഷത്തെ ANM കോഴ്സാണ്. അപ്പോൾ ANM കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നഴ്സിംഗ് അസിസ്റ്റന്റ് കാറ്റഗറിയിലാണ് നമുക്ക് ജോലി ലഭിക്കുക. കൂടാതെ തന്നെ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സായിട്ടുള്ള ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് അല്ലെങ്കിൽ GNM കോഴ്സും ഉണ്ട്. അപ്പോൾ 3 വർഷത്തെ ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ മിഡ്വൈഫറി കോഴ്സ് അല്ലെങ്കിൽ GNM കോഴ്സാണ് നമ്മളൊരു സ്റ്റാഫ് നേഴ്സ് എന്നുള്ള ലെവലിലേക്കുള്ള എൻട്രി കേഡറായിട്ട് വരിക. അപ്പോൾ ആ ഒരു എലിജിബിലിറ്റി ഉള്ള കുട്ടികൾക്ക്, അതായത് GNM കഴിഞ്ഞതിന് ശേഷം വരുന്ന കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ BSc നഴ്സുമാരുടെ പോലെ തന്നെ സ്റ്റാഫ് നേഴ്സ് കാറ്റഗറിയിലാണ് അവരെ പരിഗണിക്കപ്പെടുക. അപ്പോൾ ഇത് 3 വർഷത്തെ കോഴ്സാണ്. 3 വർഷത്തിൽ തന്നെ 2.5 വർഷം കോഴ്സ് പീരീഡും 6 മാസം ഇന്റേൺഷിപ്പുമാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലായിട്ട് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് കൂടുതലായിട്ട് BSc നഴ്സസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ജനറൽ നഴ്സിംഗിൻ്റെ സിലബസിൽ ഉണ്ടാവുക. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രാക്ടിക്കൽ സ്കിൽ എക്സ്പീരിയൻസസ് ഒക്കെ ലഭിക്കുന്ന ഒരു കോഴ്സാണ് ജനറൽ നഴ്സിംഗ്. കൂടാതെ ഡിഗ്രി കോഴ്സായിട്ടുള്ള BSc നഴ്സിംഗ്, അത് 4 വർഷത്തെ കോഴ്സാണ്. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ അത് സെമസ്റ്റർ ആയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 7 സെമസ്റ്ററുകൾ തിയറി അല്ലെങ്കിൽ കോഴ്സ് പീരീഡ് ആയിട്ടും അവസാനത്തെ 8ാമത്തെ സെമസ്റ്റർ ഇന്റേൺഷിപ്പ് ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ടോട്ടലായിട്ട് 4 വർഷത്തെ കോഴ്സായിട്ടാണ് BSc നഴ്സിംഗ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും ഹയസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കോഴ്സായിട്ടാണ് BSc നഴ്സസിനെ ബേസ് നഴ്സിംഗിനെ നമ്മൾ ഇപ്പോൾ കാണുന്നത്. കാരണം നിരവധി കുട്ടികൾ BSc നഴ്സിംഗിലേക്ക് പഠിക്കുവാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ബയോളജി സയൻസ് നിർബന്ധമാണ് BSc നഴ്സിംഗ് പഠിക്കുവാനായിട്ട്. അതേസമയം മറ്റുള്ള ഡിപ്ലോമ കോഴ്സുകൾ, അതായത് ജനറൽ നഴ്സിംഗ് ആയിക്കോട്ടെ ANM കോഴ്സുകളായിക്കോട്ടെ പഠിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ +2 സ്ട്രീം ഏത് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്കും, ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ അല്ലെങ്കിൽ ഈവൻ സയൻസ് കഴിഞ്ഞ കുട്ടികൾക്കും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ BSc നഴ്സിംഗിൻ്റെ അഡ്മിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം കേരളത്തിലെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, കേരളത്തിൽ നിലവിലത്തെ സാഹചര്യത്തിൽ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് +2 സെക്കൻഡ് ഇയറിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് അങ്ങനെയുള്ള സബ്ജക്റ്റുകളുടെ മാർക്കിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് അഡ്മിഷൻ പ്രോസസ്സുകൾ നടത്തപ്പെടുന്നത്. നമ്മൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ +2 റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ നടപടികൾ, അല്ലെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം ഉണ്ടാവുക. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻസ് എല്ലാം നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ 2 കാറ്റഗറിയിലാണ് അഡ്മിഷനുകൾ നടക്കുന്നത്. ഒന്ന് മെറിറ്റ് അടിസ്ഥാനത്തിൽ, 2 മാനേജ്മെന്റ് സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ മെറിറ്റ് അടിസ്ഥാനത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ LBS അല്ലെങ്കിൽ ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറഞ്ഞ ഗവൺമെന്റിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പോർട്ടൽ വഴിയാണ് അതിൻ്റെ മെറിറ്റ് സീറ്റുകളിലേക്ക് അഡ്മിഷൻസ് വിളിക്കുകയും അന്ന് നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ LBSന്റെ സീറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് പ്യുവർ ആയിട്ടുള്ള ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകൾ, ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള സിമറ്റ് പോലെയുള്ള ഏതാനും ചില കോളേജുകളിലേക്കൊക്കെ തന്നെ 100% അഡ്മിഷൻ അലോട്ട്മെന്റുകൾ നടത്തുന്നത് LBS മുഖേനയാണ്. അതായത് എല്ലാ സീറ്റുകളും LBS വഴി മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണ് അഡ്മിഷൻസ് നടത്തുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കാറ്റഗറിയിൽ വരുന്ന 50% സീറ്റുകളും LBS വഴിയാണ് അലോട്ട്മെന്റുകൾ നടത്തപ്പെടുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് കോളേജുകൾ വരുന്ന ബാക്കി വരുന്ന 50% സീറ്റുകളാണ് മാനേജ്മെന്റ് സീറ്റുകൾ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. അത് പല അസോസിയേഷനുകളും അല്ലെങ്കിൽ സ്വന്തമായ നിലയ്ക്കും ഒക്കെ ഈ അഡ്മിഷൻസ് നടത്തപ്പെടുന്നുണ്ട്. അവിടെയും മെറിറ്റ് കണക്കാക്കി തന്നെയാണ് ഇവിടെ അഡ്മിഷൻസ് നടത്തപ്പെടേണ്ടത്. ഇപ്പോൾ മാനേജ്മെന്റ് അസോസിയേഷനുകൾ നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് 3-4 മാനേജ്മെന്റ് അസോസിയേഷനുകളാണ് നിലവിലുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ നഴ്സിംഗ് കോളേജുകളുള്ള മാനേജ്മെന്റ് അസോസിയേഷനാണ് PNC-MAK, അതിൽ പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ ഓഫ് കേരള. അപ്പോൾ ഇവിടെ ഏകദേശം 50-ന്റെ അടുത്ത് കോളേജുകളാണ് ഈ ഒരു അസോസിയേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കൂടാതെ തന്നെ 35ഓളം വരുന്ന നഴ്സിംഗ് കോളേജുകൾ ഉൾപ്പെട്ടിട്ടുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ, അതിൽ AMC-SFNCK എന്ന് പറഞ്ഞ അസോസിയേഷനുമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം CPASന്റെ കീഴിലാണെങ്കിലും ഏകദേശം 9ഓളം നഴ്സിംഗ് കോളേജുകളുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ CPASന്റെ ആണെന്നുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള സെപ്പറേറ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതുവഴിയാണ് നമ്മൾ മാനേജ്മെന്റ് സീറ്റിലേക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ ആപ്ലിക്കേഷൻസ് നൽകേണ്ടതായിട്ട് വരിക.
ഇതുകൂടാതെ സിമറ്റ് ഒരു കാറ്റഗറി ആണെങ്കിലും അത് LBS ആയിരിക്കും എല്ലാ സീറ്റുകളും നിലവിലത്തെ സാഹചര്യത്തിൽ അഡ്മിഷൻസ് അലോട്ട്മെന്റുകൾ നടത്തപ്പെടുന്നത്. ഇത് കൂടാതെ തന്നെ കോപ്പറേറ്റീവ് ലെവലിലുള്ള ഇൻഡിവിജ്വലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന കോളേജുകളുണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളും സെൽഫായിട്ട് തന്നെ ഫംഗ്ഷൻ ചെയ്യുന്ന കോളേജുകളുണ്ട്. ഇവയൊക്കെ തന്നെ അവരവരുടേതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് അപേക്ഷകൾ സ്വീകരിക്കുകയും മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെ അഡ്മിഷൻ അലോട്ട്മെന്റുകൾ നടത്തപ്പെടുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഈ ഒരു രീതിയിലാണ് അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ കേരളത്തിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. കേരളത്തിന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ തൊട്ടടുത്ത് വരുന്ന തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കാണ് മിക്കവാറും വരുന്ന കുട്ടികളൊക്കെ നഴ്സിംഗ് പഠിക്കുവാനായിട്ട് പോകുന്നത്. അതിൽ തന്നെ തമിഴ്നാട്ടിൽ നിലവിലത്തെ സാഹചര്യത്തിൽ കോമൺ എൻട്രൻസ് എക്സാംസ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ പല കോളേജുകളിലും അഡ്വാൻസ് ആയിട്ട് സീറ്റ് ബുക്ക് ചെയ്യുകയും അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻസ് ലഭിക്കുകയും ചെയ്യുക. പിന്നെ ഏതാനും ചില ഡീംഡ് യൂണിവേഴ്സിറ്റികളാണെന്നുണ്ടെങ്കിൽ അവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമുകൾ ഉണ്ടാവും. അപ്പോൾ ആ എൻട്രൻസ് എക്സാംസ് പാസ്സായി കഴിഞ്ഞാൽ മാത്രമായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻസ് നേടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കർണാടകയിൽ നോക്കിക്കഴിഞ്ഞാൽ കർണാടകയിൽ CET എൻട്രൻസ് എക്സാം, അതായത് കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നഴ്സിംഗ് അഡ്മിഷൻ അലോട്ട്മെന്റുകൾ നടത്തപ്പെടുക. ടോപ്പ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള നഴ്സിംഗ് കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടുവാനായിട്ട് കർണാടക CET എൻട്രൻസ് എക്സാം നിർബന്ധമായിട്ട് പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ അഡ്മിഷൻസ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ തന്നെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടുവാൻ സാധിക്കുന്നതാണ്. ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രീ ബുക്ക് ചെയ്ത് വെക്കാനുള്ള പോസിബിലിറ്റീസും ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. കൂടാതെ ആന്ധ്ര, തെലുങ്കാന തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിലും അവരവരുടേതായിട്ടുള്ള, അപ്പം ആന്ധ്രയിലാണെങ്കിൽ APSET എന്ന് പറഞ്ഞിട്ട് ആന്ധ്രാപ്രദേശിൻ്റെ CET അല്ലെങ്കിൽ കോമൺ എൻട്രൻസ് ടെസ്റ്റുകൾ നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു എക്സാം ത്രൂ തന്നെ ആയിരിക്കും അവിടെ അലോട്ട്മെന്റ് പ്രോസസ്സുകളെല്ലാം നടത്തപ്പെടുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സൗത്ത് ഇന്ത്യയിൽ മിക്കവാറും തന്നെ അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ നടത്തുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ BSc നഴ്സിംഗിൻ്റെ അഡ്മിഷൻ പ്രോസസ്സുകൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജനറൽ നഴ്സിംഗിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ കാര്യം നോക്കിയാൽ കേരളത്തിൽ ഗവൺമെൻറ് കാറ്റഗറിയിൽ നോക്കിക്കഴിഞ്ഞാൽ DME, DHS അങ്ങനെ 2 വിഭാഗങ്ങളിലായിട്ടാണ് അഡ്മിഷൻ പ്രോസസ്സുകൾ നടത്തപ്പെടുക. DMEയുടെ കീഴിൽ 3ഓളം വരുന്ന ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂളുകൾ അവൈലബിൾ ആണ്. അത് SC, ST കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് സംവരണം ചെയ്തിരിക്കുന്ന നഴ്സിംഗ് സ്കൂളുകളാണ്. അത് ട്രിവാൻഡ്രം, കോട്ടയം, കാലിക്കറ്റ് അങ്ങനെ 3 മെഡിക്കൽ കോളേജുകളോടനുബന്ധിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഓരോ ജില്ലയ്ക്കും ഓരോ ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂളുകൾ DHS അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിൻ്റെ കീഴിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ DHSന്റെ കീഴിൽ ഓരോ നഴ്സിംഗ് സ്കൂളുകളും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. 14 ജില്ലകളിലായിട്ട് ടോട്ടലായിട്ട് ഒരു 14 നഴ്സിംഗ് സ്കൂളുകളും ആശ്രം നഴ്സിംഗ് സ്കൂൾ എന്ന് പറഞ്ഞ SC, ST കാറ്റഗറിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന കൊല്ലത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്പെഷ്യൽ നഴ്സിംഗ് സ്കൂളുകളുമുണ്ട്. അങ്ങനെ ടോട്ടൽ 15 നഴ്സിംഗ് സ്കൂളുകളാണ് DHSന്റെ കീഴിൽ ഗവൺമെൻറ് വിഭാഗത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു അലോട്ട്മെന്റ് പ്രോസസ്സ് കൂടെ ആയിരിക്കും. അതും LBS വഴിയാണ് നമ്മുടെ നടത്തപ്പെടുന്നതെന്ന് കൂടെ മനസ്സിലാക്കുക. ഇത് കഴിഞ്ഞ വർഷം തൊട്ടാണ് LBS വഴി ലിങ്ക് ചെയ്ത് നടത്തപ്പെടാനായിട്ട് തുടങ്ങിയത്. അത്യാവശ്യം മാർക്ക് കൂടുതലുള്ള കുട്ടികൾക്ക് തന്നെയാണ് അവിടെ അഡ്മിഷൻസ് ലഭിക്കുക. കാരണം ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇത് കൂടാതെ നിരവധിയായിട്ടുള്ള പ്രൈവറ്റ് നഴ്സിംഗ് സ്ഥാപനങ്ങളും കേരളത്തിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അവരും സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻസ് വിളിച്ച്, ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻസ് വിളിച്ച് അങ്ങനെ മെറിറ്റ് അടിസ്ഥാനത്തിലും ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ അഡ്മിഷൻസ് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡിപ്ലോമ കോഴ്സുകളിലേക്കൊക്കെ അഡ്മിഷൻസ് നേടുവാനായിട്ട് ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റുകൾ കേരളത്തിൽ നിന്നല്ല, കേരളത്തിന് പുറത്തേക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടണമെന്ന് താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോളേജുകളുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ട് നിങ്ങൾ അങ്ങനെ അഡ്മിഷൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളൊരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നഴ്സിംഗ് കോഴ്സുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ട എല്ലാ അഫിലിയേഷൻസും ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏത് സ്റ്റേറ്റിലാണോ ഈ നഴ്സിംഗ് കോളേജ് ഫംഗ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നഴ്സിംഗ് സ്കൂൾ ഫംഗ്ഷൻ ചെയ്യുന്നത്, ആ സംസ്ഥാനത്തുള്ള സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുണ്ടോ എന്നുള്ളതാണ് ആദ്യമേ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ ഡിഗ്രി കോഴ്സുകളൊക്കെ ആണെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ പെർമിഷൻ അല്ലെങ്കിൽ അഫിലിയേഷൻസ് ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ തന്നെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിലെ അഫിലിയേഷൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ ലീഗലി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിലെ INCയുടെ അഫിലിയേഷൻസ് ആവശ്യമില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും INC അഫിലിയേഷൻസ് ഉള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ പഠന നിലവാരം കുറച്ചും കൂടെ ഉയർത്തുവാനായിട്ട് അത് സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ INC ഉള്ള കോളേജിൽ തന്നെ നിങ്ങൾ കഴിവതും ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ വേണ്ടത്ര അക്കാഡമിക് ഫെസിലിറ്റീസും ക്ലിനിക്കൽ ഫെസിലിറ്റീസും ഉണ്ടോ എന്നുള്ളതാണ്.
സ്വന്തമായിട്ട് തന്നെ ചില കോളേജുകളിൽ ഹോസ്പിറ്റൽ ഉണ്ടാവണം നിർബന്ധമില്ല. എങ്കിലും അവർ പേരന്റ് ഹോസ്പിറ്റലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നല്ല രീതിയിൽ ക്ലിനിക്കൽ ട്രെയിനിങ്, ക്ലിനിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകളാണോന്ന് അല്ലെങ്കിൽ അക്കാഡമിക് നിലവാരങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഏത് കോളേജുകളിലും ജോയിൻ ചെയ്യുക. അപ്പോൾ കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും വളരെ മോശം നിലവാരത്തിൽ പോകുന്ന പല കോളേജുകളും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കോളേജുകളിൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് നഴ്സിംഗ് പ്രൊഫഷനിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ട് വന്നെന്ന് വരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കോളേജുകൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ അഡ്മിഷൻസുമായിട്ട് പോവുക. ഇതുകൂടാതെ കേരളത്തിന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും കാണുന്ന ഒരു സംഭവമാണ്, ഒരു കോളേജിൽ തന്നെ, ഒരു ബിൽഡിങ്ങിൽ തന്നെ നിരവധി നഴ്സിംഗ് കോളേജുകൾ ഫംഗ്ഷൻ ചെയ്യുന്നത്, സബ് കോളേജുകളൊക്കെ ആയിട്ട് ഫംഗ്ഷൻ ചെയ്ത ഒരു പ്രോബ്ലംസ് നേരിടാറുണ്ട്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കോളേജിന് മാത്രമേ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ ഈ പറയുന്ന അംഗീകാരങ്ങളും അഫിലിയേഷൻസും ഒക്കെ കാണുകയുള്ളൂ. പക്ഷേ ആ കോളേജിൻ്റെ പേരിൽ അഡ്മിഷൻസ് എടുത്ത് മറ്റുള്ള കോളേജുകളിലേക്ക് കുട്ടികളെ മാറ്റുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ വ്യക്തമായിട്ട് കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കി മാത്രം അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കറിയാം നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു എവർഗ്രീൻ പ്രൊഫഷനാണ്. നമുക്കറിയാം രോഗമുള്ളിടത്തോളം കാലം, ഹോസ്പിറ്റലുകൾ ഉള്ളിടത്തോളം കാലം നമുക്ക് തീർച്ചയായിട്ടും ജോലി ലഭിക്കാനുള്ള ഒരു ഷുവറിറ്റി ലഭിക്കുന്ന ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു കരിയർ തന്നെയാണ് നഴ്സിംഗ്. അപ്പോൾ നഴ്സിംഗ് പഠിക്കുമ്പോൾ നല്ല ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പഠിച്ച് മുന്നോട്ട് വരുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഡിപ്ലോമ കോഴ്സുകളെ കുറിച്ച് നമ്മൾ കണ്ടു, BSc നഴ്സിംഗ് അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സിനെ കുറിച്ച് കണ്ടു. ഇതുകൂടാതെ തന്നെ മറ്റൊരു BSc ഡിഗ്രി കോഴ്സ് കൂടെ ഉണ്ട്, അതായത് PP നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നതാണ്. ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ കുട്ടികൾക്കും അവരുടെ നിലവാരം അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ, അവരുടെ പ്രൊഫഷൻ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഡിപ്ലോമയിൽ നിന്നും ഡിഗ്രി ആയിട്ട് മാറ്റുവാനായിട്ട് ഉള്ള ഒരു കോഴ്സാണ് PB നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് നഴ്സിംഗ്. അത് 2 വർഷത്തെ കോഴ്സായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പോസ്റ്റ് ബേസിക് നഴ്സിംഗ് 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ഡിഗ്രി തലത്തിൽ അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. ഇതുകൂടാതെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ്, ഹയർ സ്റ്റഡീസിലേക്ക് താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MSc നഴ്സിംഗ് PG കോഴ്സായിട്ടുള്ള MSc നഴ്സിംഗ് പഠിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഓരോ സ്പെഷ്യാലിറ്റികളും നിലവിലത്തെ സാഹചര്യത്തിൽ 5 സ്പെഷ്യാലിറ്റികളാണ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റിയിൽ സ്പെഷ്യലൈസ് ചെയ്ത് MSc നഴ്സിംഗ് പഠിക്കുവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഒരു ഫിസിഷ്യൻ ലെവലിലേക്ക് അല്ലെങ്കിൽ നഴ്സ് പ്രാക്ടീഷണർ കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ഫിസിഷ്യൻ ലെവലിലേക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കം ചില കോളേജുകളിൽ നഴ്സ് പ്രാക്ടീഷണർ കോഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ഡോക്ടറിനെ പോലെ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് ഉതകുന്ന ഒരു കോഴ്സാണ് നഴ്സ് പ്രാക്ടീഷണർ കോഴ്സ്. നിലവിൽ ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗിൻ്റെ ഭാഗത്താണ് നിലവിൽ നഴ്സ് പ്രാക്ടീഷണർ കോഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പം ICUs, കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുകൾ, അങ്ങനെയുള്ള ക്രിട്ടിക്കൽ കെയറിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണൽ സാധ്യതയാണ് ഈ പറയുന്ന നഴ്സ് പ്രാക്ടീഷണർ കോഴ്സ്. അപ്പം തീർച്ചയായിട്ടും അത് BSc നഴ്സിംഗ് കഴിഞ്ഞ കുട്ടികൾക്ക് 2 വർഷത്തെ കോഴ്സായിട്ടാണ് ഈ നഴ്സ് പ്രാക്ടീഷണർ കോഴ്സ് ഉണ്ടാവുക. താല്പര്യമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടറേറ്റ് ലെവലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഴ്സിംഗ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ നഴ്സിംഗ് കോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു എവർഗ്രീൻ പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതിൽ യാതൊരു തടസ്സവും നേരിടുകയില്ല. പക്ഷേ അത്യാവശ്യം നല്ല കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള നല്ലൊരു നഴ്സുമാരായിട്ട് പുറത്തിറങ്ങിയാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് മുന്നോട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവുകയുള്ളൂ. കേരളത്തിൽ മാത്രമല്ല വിദേശത്താണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലായിട്ടുള്ള എയിംസ് പോലെയുള്ള സ്ഥാപനങ്ങളിലാണെന്നുണ്ടെങ്കിലും നിരവധി ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. അത്യാവശ്യം നല്ല ഡീസൻറ്റ് സാലറിയിലാണ് കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തേക്കുമുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ഓഫർ ചെയ്യുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നഴ്സസിന് അടിസ്ഥാന ശമ്പളമായിട്ടുള്ള ഏകദേശം 22,000 രൂപയാണ് ഇപ്പം നിലവിലത്തെ സാഹചര്യങ്ങളിൽ ലഭിക്കുന്നത്. അത് താമസിയാതെ തന്നെ അത് അപ്ഗ്രേഡ് ചെയ്ത് ഒരു 40,000 രൂപ അടിസ്ഥാന ശമ്പളത്തിലേക്ക് വരും എന്നുള്ളതാണ് നമ്മളിപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോലും അത്രയും ആ ഒരു സാലറി ലഭിക്കുന്ന മറ്റുള്ള മെഡിക്കൽ പ്രൊഫഷനുകളിൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നല്ലൊരു നഴ്സിംഗ് കരിയറുമായിട്ട് ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് പോരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സപ്പോർട്ടുകൾ കാര്യങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്ന കോളേജുകൾക്ക് വേണ്ടത്ര അംഗീകാരങ്ങളും കാര്യങ്ങളും ഉണ്ടോ, അതല്ലെങ്കിൽ അവിടുത്തെ എത്രത്തോളം ഫീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്, എത്രത്തോളം സ്കോളർഷിപ്പ് നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു കോളേജ് ലഭിക്കും, ഇങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഗൈഡ് ലൈൻസ് എടുക്കാവുന്നതാണ്. ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാസ് അഡ്മിഷൻ സെൽ എന്ന് പറയുന്നത് കുട്ടികളെ സഹായിക്കാൻ വേണ്ടി
എക്സ്പേർട്സ് ആയിട്ടുള്ള, അതായത് ടീച്ചേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ലഭിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.